സിറിയയിൽ വിമതസേന നേതാക്കൾ മുൻ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ദമാസ്കസിൽ നടന്ന യോഗത്തിൽ വിമതസേനയ്ക്ക് അധികാരം കൈമാറാൻ മുഹമ്മദ് ജലാലി സന്നദ്ധത അറിയിച്ചു. അസദ് ഭരണകൂടത്തെ അട്ടിമറിച്ചത് മുഴുവൻ ഇസ്ലാമിക രാഷ്ട്രത്തിന്റെയും വിജയമാണ് എന്ന വിമത ഗ്രൂപ്പായ HTSന്റെ നേതാവ് അബു മുഹമ്മദ് അൽ ജുലാനി പറഞ്ഞു. സിറിയയുടെ രാസായുധ ശേഷി തകർത്തതായി ഇസ്രായേൽ അവകാശപ്പെട്ടു. അതേസമയം രാജ്യത്തെ സാഹചര്യം മുതലെടുക്കുന്നത് തടയാൻ സിറിയയിലെ IS കേന്ദ്രങ്ങൾ ആക്രമിച്ചതായി US സൈന്യം അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി മനു ഭരത്താണ് ചേരുന്നത്. മനു, വിമതർ പിടിച്ച സിറിയയിൽ നിന്ന് പുറത്തുവരുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? ഒരിടത്ത് ആഘോഷങ്ങൾ ശക്തമായി നടക്കുന്നു. സിറിയയിൽ പുതിയ ഭരണം വരുന്നു എന്നതിനെ സംബന്ധിച്ച് വലിയ ആഘോഷങ്ങൾ നടക്കുന്നു. മറുവശത്ത് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകുന്നു. ഇസ്രായേൽ ഇന്നലെ സിറിയയിലെ പല പ്രദേശങ്ങളിലേക്കും ശക്തമായ വ്യോമാക്രമണം നടത്തി. രാസായുധ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് തങ്ങളുടെ ആക്രമണം എന്നായിരുന്നു ഇസ്രായേൽ വ്യക്തമാക്കിയത്. ഏതായാലും അവിടെ ഗോളൻ ഹൈറ്റ്സിൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കടന്നുകയറ്റം ഉണ്ടായി എന്ന ആരോപണം ഒരു വശത്ത് വരുന്നു. അതേസമയം സിറിയയിൽ സാധാരണക്കാരായ ആളുകൾ ചിലരൊക്കെ വിമതർക്കൊപ്പം ചേർന്ന് ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിൻ്റെ ദൃശ്യങ്ങളും പുറത്തു വന്നു. തടവറകൾ തുറന്നുവിട്ടു. ആളുകൾ ശിക്ഷ അനുഭവിക്കുന്ന പലർക്കും അവർക്ക് മോചിതരായി സ്വതന്ത്രരായി പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അബു മുഹമ്മദ് അൽ ജുലാനി എന്ന വിമത നേതാവ് ഇപ്പോൾ ഒരു പ്രസ്താവന അദ്ദേഹം നടത്തിയിരിക്കുന്നു. ഇനി ഒരു തീവ്രവാദ ബന്ധം തങ്ങൾക്കില്ല, അതുപോലെ തന്നെ സൈനിക കേന്ദ്രങ്ങൾ ദുരുപയോഗം ചെയ്യില്ല, രാസായുധങ്ങൾ ഉണ്ടെങ്കിൽ അത് ദുരുപയോഗം ചെയ്യില്ല, തെറ്റായ കൈകളിലേക്ക് ആയുധമോ സൈനിക കേന്ദ്രങ്ങളോ എത്തില്ല എന്ന്. പക്ഷേ അതിനപ്പുറത്തേക്ക് വിമതർ ഇനി ഇറാൻ ലക്ഷ്യമിടുന്നു എന്ന വാർത്തകൾ കൂടി പുറത്തു വരികയാണ്. അവരുടെ ആക്രമണം തുടർന്ന് ഇറാനിലേക്ക് നീങ്ങുമോ എന്ന സംശയം ബലപ്പെടുന്നു. കാരണം സിറിയയെ ഒരു സൈനിക താവളമാക്കി മാറ്റുന്നതിൽ ഇസ്രായേലിനെയും അമേരിക്കയും ഒക്കെ എതിർക്കുന്നതിന് ഒരു സൈനിക താവളമാക്കി മാറ്റുന്നതിൽ ഇറാൻ നിർണായക പങ്ക് വഹിച്ചു എന്നൊരു ആരോപണം വിമതർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇറാനുമായി ശത്രുതാ മനോഭാവം തുടരുന്നു. നേരത്തെ ഇറാൻ എംബസി ആക്രമിക്കപ്പെട്ടിരുന്നു. തുടർന്ന് ഇറാനിലേക്ക് ഇനി ഒരു കടന്നുകയറ്റം ഉണ്ടാകുമോ എന്ന സംശയം അവിടെ ബാക്കി നിൽക്കുകയാണ്. ഒപ്പം തന്നെ വിമതർ ഇപ്പോൾ അവിടെ രഹസ്യ അറകൾ തിരയുന്ന തിരക്കിലാണ്. ഏറ്റവും ഒടുവിൽ അവർ മനസ്സിലാക്കിയിട്ടുള്ളത് കഴിഞ്ഞ അസദ് ഭരണകൂടം ഇത്തരം രഹസ്യ അറകൾ അവിടെ ഉണ്ടാക്കിയിരുന്നുവെന്നും അതിൽ പ്രതികരിക്കുന്നവരെ അടിച്ചമർത്താൻ ഈ അറകൾ ഉപയോഗിച്ചിരുന്നുവെന്നും അവിടെ ആളുകൾ തടവിലാണ് എന്നുമൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അത്തരം അറകൾ എവിടെയാണ് എന്ന് കണ്ടുപിടിക്കുന്നതിനുള്ള ശ്രമങ്ങൾ തുടരുന്നു. ഏതായാലും ഈ ഒരു മിതവാദിയുടെ മുഖം ആണ് ഇപ്പോൾ ഈ വിമത സേനയുടെ നേതാവ് അബു മുഹമ്മദ് അൽ ജുലാനി സ്വീകരിക്കുന്നത്. തനിക്ക് ഭീകരവാദ ബന്ധം അദ്ദേഹം ഇല്ല എന്ന് തറപ്പിച്ച് പറയുന്നു. അന്താരാഷ്ട്ര സമൂഹത്തിന്റെ അംഗീകാരം പിടിച്ചുപറ്റുക എന്ന ഒരു വലിയ ദൗത്യം കൂടി അദ്ദേഹത്തിന് മുന്നിലുണ്ട്. അതുകൊണ്ട് ഒരു മിതവാദിയുടെ പരിവേഷ്യം അദ്ദേഹം എടുക്കുന്നു. അതേസമയം UN സുരക്ഷാ കൗൺസിൽ സിറിയയിൽ നടക്കുന്ന സാഹചര്യങ്ങൾ അതിസൂക്ഷ്മമായി വിലയിരുത്തുന്നു. എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നത് സംബന്ധിച്ചും കാര്യങ്ങൾ എങ്ങനെ ഉരുത്തിരിഞ്ഞു വരുന്നു എന്നതിനെ സംബന്ധിച്ചുമൊക്കെയുള്ള വലിയ വിലയിരുത്തൽ ഉണ്ട്. അമേരിക്കയാകട്ടെ IS ഈ സാഹചര്യം മുതലെടുക്കും എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് അവിടെ തങ്ങൾ ആക്രമണം നടത്തി എന്ന് സമ്മതിക്കുന്നു. IS കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണം തീവ്രവാദ ഗ്രൂപ്പുകൾ ഈ സാഹചര്യം മുതലെടുത്ത് വരാതിരിക്കാനാണ് എന്ന് അമേരിക്കയും വ്യക്തമാക്കുന്നു. അങ്ങനെ ലോകരാഷ്ട്രങ്ങൾ എല്ലാവരുടെയും ശ്രദ്ധ സിറിയയിൽ തന്നെ തുടരുന്നു. അവിടെ കാര്യങ്ങൾ ഒരു വശത്ത് സങ്കീർണമാകുമ്പോൾ മറുവശത്ത് സേനാംഗങ്ങളും പൊതുജനങ്ങളും ആഘോഷിക്കുകയും ചെയ്യുന്നു. ശരി, മനു ഭരത്താണ് വിവരങ്ങൾ നൽകിയത്.